എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിലെ ഡ്രസ്സിംഗ് റൂമിൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരശേഷം കണ്ടത് ശരിക്കും നെഞ്ചുപിടയ്ക്കുന്ന കാഴ്ചകളായിരുന്നു. ബെഞ്ചിൽ തലകുനിച്ച് ആരുമായും സംസാരിക്കാനാവാതിരിക്കുന്ന നായകൻ രോഹിത് ശർമ്മ. മുറിയിൽ കനത്ത നിശബ്ദത. എന്നാൽ ആ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമായിരുന്നുവെന്ന് അവിടെയുള്ളവർക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു. ന്യൂസിലൻഡിനെതിരായ മൂന്നാം ഏകദിനത്തിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിനുള്ളിലെ അന്തരീക്ഷം അപ്പാടെ മാറിമറിഞ്ഞു. തോൽവിയുടെ വേദനയേക്കാൾ വലുതായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ നടന്ന നാടകീയ സംഭവങ്ങൾ. കോച്ച് ഗൗതം ഗംഭീർ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർക്കിടയിൽ നടന്നത് വെറുമൊരു സംഭാഷണമായിരുന്നില്ല, മറിച്ച് തീ പാറുന്ന വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമായിരുന്നു. ശബ്ദം കുറവാണെങ്കിലും അവിടെ പുകയുന്ന അസംതൃപ്തിയുടെ ചൂട് പുറത്തേക്ക് വരെ എത്തിയിരുന്നു. മത്സരം തോറ്റ ഉടനെ ഗൗതം ഗംഭീർ രോഹിത്തിനും കോഹ്ലിക്കുമെതിരെ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ രണ്ട് ഇതിഹാസ താരങ്ങളെയും ടീമിൽ നിന്ന് പുറത്താക്കണമെന്നും യുവതാരങ്ങൾക്ക് അവസരം നൽകിയാൽ മാത്രമേ ടീം രക്ഷപ്പെടൂവെന്നും ഗംഭീർ ആക്രോശിച്ചു. രോഹിത്തിനും കോഹ്ലിക്കും നേരെ ഗംഭീർ നടത്തിയ ഈ രൂക്ഷമായ പ്രതികരണം അതിരുകടന്നതായിരുന്നു. എന്നാൽ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിച്ചത് അർദ്ധരാത്രിയിലാണ്. ഈ വിവരമറിഞ്ഞ BCCI സെക്രട്ടറി ജയ്ഷാ അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ രാത്രി തന്നെ ജയ്ഷാ നിർണായകമായ ചില തീരുമാനങ്ങളെടുത്തു. ഗംഭീറിന്റെ നിലപാടിനെ തള്ളിക്കളഞ്ഞ ജയ്ഷാ രോഹിത്തിനും കോഹ്ലിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം രോഹിത്തിനും കോഹ്ലിക്കും മുകളിൽ മറ്റൊരു താരമില്ല. ഇവർ ക്രീസിലുള്ളിടത്തോളം എതിരാളികൾ ഭയക്കും. തോൽവി കളിയുടെ ഭാഗമാണ്. അതിന്റെ പേരിൽ ഇതിഹാസങ്ങളെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്ന് ജയ്ഷാ തുറന്നടിച്ചു. മാത്രമല്ല, അടുത്ത പരമ്പരയിൽ ഗംഭീറിന് അവധി നൽകിയാലും രോഹിത്തിനും കോഹ്ലിക്കും സ്വന്തം നിലയിൽ ടീമിനെ നയിക്കാനുള്ള അനുഭവസമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഗംഭീറിന് ശക്തമായ താക്കീതും അദ്ദേഹം നൽകി. ജയ്ഷായുടെ ഈ തീരുമാനം കേട്ടതോടെ ഇന്ത്യൻ ആരാധകർ ആവേശത്തിന്റെ കൊടിമുടിയിലായി. ഇനി കളിക്കളത്തിലെ ആവേശത്തിലേക്ക് വരാം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഡാരൽ മിച്ചലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും ഗ്ലെൻ ഫിലിപ്സിന്റെ വെടിക്കെട്ടിന്റെയും ബലത്തിൽ 50 ഓവറിൽ 337 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. ഫിലിപ്സ് അപകടകാരിയായി മാറിയ നിമിഷത്തിൽ അർഷ്ദീപ് സിംഗ് എറിഞ്ഞ 1300.6 km/h വേഗതയുള്ള ആ തകർപ്പൻ ഓഫ് കട്ടറിലൂടെയാണ് ഇന്ത്യയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. മുൻനിര വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. എന്നാൽ അവിടെ ഒരു രക്ഷകനായി കിങ് കോഹ്ലി അവതരിച്ചു. യുവതാരം നിതീഷ് റെഡ്ഡിയെ കൂട്ടുപിടിച്ച് കോഹ്ലി നടത്തിയ പോരാട്ടം ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒടുവിൽ ഹർഷത് റാണ നടത്തിയ വെടിക്കെട്ട് പ്രകടനം പ്രതീക്ഷ നൽകി. എന്നാൽ 296 റൺസിൽ ഇന്ത്യ കൂടാരം കയറുകയും 41 റൺസിന് തോൽവി സമ്മതിക്കുകയും ചെയ്തു. വിരാട് കോഹ്ലി 124 റൺസ് എടുത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തി. എങ്കിലും ടീമിനെ വിജയതീരത്തെത്തിക്കാനായില്ല. പക്ഷേ മത്സരശേഷം കണ്ട കാഴ്ച കായിക ലോകത്തിന്റെ കണ്ണ് നനയ്ക്കുന്നതായിരുന്നു. മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയ ന്യൂസിലൻഡ് താരം ഡാരൽ മിച്ചൽ ആ പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. പകരം അദ്ദേഹം നേരെ വിരാട് കോഹ്ലിയുടെ അടുത്തേക്ക് ചെന്നു. ഈ പുരസ്കാരത്തിന് യഥാർത്ഥ അവകാശി ഞാനല്ല, അത് വിരാട് കോഹ്ലിയാണ്. വിക്കറ്റുകൾ വീഴുമ്പോഴും അദ്ദേഹം നടത്തിയ ആ പോരാട്ടം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. റെക്കോർഡുകളിൽ ഞങ്ങൾ ജയിച്ചതായിരിക്കാം, പക്ഷേ ഇന്നത്തെ യഥാർത്ഥ വിജയി വിരാട് ആണ് എന്ന് പറഞ്ഞ് മിച്ചൽ ആ പുരസ്കാരം കോഹ്ലിക്ക് കൈമാറി. അവിടം കൊണ്ടും തീർന്നില്ല. മിച്ചൽ വിരാട് കോഹ്ലിയുടെ കാൽ തൊട്ട് വന്ദിച്ച് ആദരവ് പ്രകടിപ്പിച്ചു. ഇൻഡോറിലെ കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. തോറ്റെങ്കിലും കോഹ്ലിയുടെ മഹിമ ഒരിക്കൽ കൂടി ലോകം കണ്ടു. ഇതിനിടയിൽ മുൻ നായകൻ MS ധോണി ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് നടത്തിയ ചില കടുത്ത പരാമർശങ്ങളും ചർച്ചയാകുന്നുണ്ട്. സ്വന്തം മണ്ണിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ഇത്രയധികം നിസ്സഹായരായത് അംഗീകരിക്കാനാവില്ല എന്ന ധോണിയുടെ വാക്കുകൾ ടീമിനുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തായാലും ജയ്ഷായുടെ ഇടപെടലും ഡാരൽ മിച്ചലിന്റെ സ്നേഹപ്രകടനവും ഗംഭീറിന്റെ ദേഷ്യവുമെല്ലാം ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിഹാസങ്ങളെ ആദരിക്കണോ, അതോ ഗംഭീർ പറയുന്നത് പോലെ മാറ്റങ്ങൾ വേണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.